തുടർച്ചയായ 8 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി നെഗറ്റീവ് ക്ലോസിംഗ് നൽകി. നിഫ്റ്റി 0.26% ഇടിഞ്ഞ് 25,048 ക്ലോസിംഗ് നൽകിയത്. അതേസമയം 25,000 എന്ന ലെവലിന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്തത് ഒരു പോസിറ്റീവ് ഫാക്റ്റായിട്ട് വേണം നമ്മൾ വിലയിരുത്താൻ. കൂടാതെ ബുധനാഴ്ച ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് നടത്താനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസം അമേരിക്കൻ മാർക്കറ്റ് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ മാർക്കറ്റുകളിലുടനീളം ഒരു മോഡസ്റ്റ് ബൈയിങ് മൊമെൻറ്റം പ്രകടമാവുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില 1.6% വർദ്ധിച്ച് $67 പെർ ബാരൽ എന്ന ലെവലിനടുത്ത് ട്രേഡ് ചെയ്യുന്നു. ഇനി ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റിൽ ഫോക്കസ് ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിലേക്ക് കടക്കാം. ഒന്നാമത്തേത് NTPC ഗ്രീൻ. ഇർക്കോൺ ഇൻ്റർനാഷണൽ, NTPC ഗ്രീൻ തുടങ്ങിയ കമ്പനികളുടെ ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി 100 മെഗാവാട്ട് ശേഷിയുള്ള റിന്യൂവബിൾ പവർ പ്ലാന്റ് കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഇതുവഴി NTPC ഗ്രീൻ എനർജിയുടെ റിന്യൂവബിൾ എനർജി കപ്പാസിറ്റി 7372.5 മെഗാവാട്ടായി ഉയരുകയും ചെയ്തു. വിപ്രോ എന്ന കമ്പനി ആർട്ടിഫിഷ്യലി പവേർഡ് യൂണിഫൈഡ് സെക്യൂരിറ്റി സർവീസ് ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ക്രൗഡ് സ്ട്രൈക്ക് എന്ന കമ്പനിയുമായി ചേർന്ന് പാർട്ണർഷിപ്പിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അദാനി എൻ്റർപ്രൈസസിന് കേദാർനാഥിൽ റോപ്പ് വേ നിർമ്മിക്കുന്നതിന് വേണ്ടി നാഷണൽ ഹൈവേ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും 481 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് എന്ന കമ്പനിക്ക് ആഫ്രിക്കയിൽ നിന്നും 421 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. AGI ഗ്രീൻ പാക്ക് എന്ന കമ്പനി അതിൻ്റെ കണ്ടെയ്നർ ഗ്ലാസ് ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി 47 കോടി രൂപയുടെ കാപ്പെക്സ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തിയേക്കും. സാങ്വി മൂവേഴ്സ് എന്ന കമ്പനിക്ക് ഇൻഡിപെൻഡൻറ്റ് പവർ പ്രൊഡ്യൂസേഴ്സിൽ നിന്നും 292 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. JSW എനർജി ബാറ്ററി എനർജി സ്റ്റോറേജ് പ്രോജക്റ്റിൽ സെൻട്രൽ ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനെതിരായി ഒരു അപ്പലൻ്റ് ട്രൈബ്യൂണൽ കോർട്ടിൽ ഫയൽ ചെയ്തതുകൊണ്ട് JSW എനർജി എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. മിശ്രധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനിക്ക് 136 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചതുകൊണ്ട് സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ് എന്ന കമ്പനിക്ക് 2005 ബിൽറ്റ് സ്യൂസ് മാക്സ് ക്രൂഡ് ടാങ്കർ സെൽ ചെയ്യാനുള്ള ഒരു ഓർഡർ ലഭിച്ചിട്ടുണ്ട്. NCC എന്ന കമ്പനിക്ക് ബീഹാർ വാട്ടർ സോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും 2900 കോടി രൂപയുടെ ഒരു കൺസ്ട്രക്ഷൻ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫാർമ സെക്ടറിൽ സൈഡസ് ലൈഫ് സയൻസ് എന്ന സ്റ്റോക്കിനെയും ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ബിസിനസ് ട്രാൻസ്ഫർ എഗ്രിമെൻറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് ഗ്ലെൻമാർക്ക് ഫാർമ എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യേണ്ടത്. അതേസമയം സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനി ലോങ് ടേം ഹെൽത്ത് കെയർ ജനറിക് പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.